നമസ്കാരം. തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തുണച്ചാണോ പോലീസിന്റെ മനോവീര്യം സംരക്ഷിക്കുന്നതെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. ഉദ്യോഗസ്ഥർ എന്ത് തോന്നിയാസം ചെയ്താലും സേനയുടെ മനോവീര്യം തകരാതിരിക്കാൻ കൂടെ നിൽക്കണമെന്നാണോ പറയുന്നതെന്നും കോടതി ചോദിച്ചു. കോടതി ഉത്തരവുമായി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് അന്നത്തെ SI VR റെനീഷ് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചുള്ള കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം. ഏറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഓഫീസർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുക്കുന്നില്ല എന്നത് അത്ഭുതമാണ്. തെറ്റുകാരെ എന്തിനാണ് ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ച കോടതി അന്വേഷണം എപ്പോഴും നിഷ്പക്ഷമായി തന്നെ നടത്തണമെന്ന് വ്യക്തമാക്കി. റിനീഷിന്റെ മാപ്പപേക്ഷ കോടതി സ്വീകരിച്ചിരുന്നില്ല. വകുപ്പുതല അന്വേഷണത്തിൽ എന്തു നടപടിയെടുക്കുന്നുവെന്ന് അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു. തെറ്റിന്റെ പേരിൽ നടപടി സ്വീകരിച്ചെന്ന് കരുതി സേനയുടെ മനോവീര്യത്തിന് ഒന്നും സംഭവിക്കില്ല, അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നും വാദത്തിനിടെ കോടതി പ്രതികരിച്ചു. ഒരു പദവിയിലിരുന്ന് തെറ്റു ചെയ്താൽ പിന്നെ അയാൾക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും ജഡ്ജി പറഞ്ഞു. പോലീസുകാരുടെ പെരുമാറ്റം ഏതു വിധത്തിലായിരിക്കണമെന്ന് DGP സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എല്ലാ ഓഫീസർമാരും ഇത് മനസ്സിലാക്കേണ്ടതല്ലേ എന്നും ചോദിച്ചു. കേസിൽപ്പെട്ട വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് ആക്വിബ് സുഹൈലിനെ SI റെനീഷ് അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കോടതി ഇടപെട്ടിരുന്നു. തുടർന്ന് SIയെ സ്ഥലം മാറ്റി പോലീസിന്റെ എടാ പോട നീ വിളികൾ അവസാനിപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതോടെ ഇക്കാര്യത്തിൽ DGP പുതിയ സർക്കുലറും ഇറക്കി. പോലീസ് മേധാവി ഇറക്കിയ മാർഗരേഖയ്ക്ക് വിരുദ്ധമായ പെരുമാറ്റമാണ് SIയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ആരോപിച്ച് അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ കോടതിയലക്ഷ്യ ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. കേസ് ഇനി ബുധനാഴ്ച പരിഗണിക്കും. പൗരന്മാരോട് പോലീസ് അന്തസ്സോടെയും മര്യാദയോടെയും പെരുമാറുന്നെന്ന് ഉറപ്പാക്കണം എന്ന മുൻ ഉത്തരവിന്റെ ലംഘനമാണ് CIയുടെ സമീപനമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് പോലീസിന് കർശന പരിശീലനം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആലത്തൂരിലെ അഭിഭാഷകനും പോലീസും തമ്മിൽ സ്റ്റേഷനിലുള്ളിൽ വെച്ച് നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കവേ തന്നെയാണ് ഹൈക്കോടതി പോലീസിനെതിരെ വടിയെടുത്തത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ പോലീസ് മേധാവി ഓൺലൈനായാണ് ഹാജരായത്. പോലീസ് ഓഫീസറുടെ നടപടി ശരിയെന്ന് തോന്നുന്നുണ്ടോ എന്ന് DGPയോട് അന്നേ കോടതി ചോദിച്ചിരുന്നു. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് DGP മറുപടി നൽകുകയും ചെയ്തു. ആരോപണ വിധേയനായ SIയെ സ്ഥലം മാറ്റിയെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു. വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാരനെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മേധാവി കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇതോടെ SI റെനീഷിനെതിരെ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. SI റെനീഷിനെതിരായ സമാനമായ പരാതികൾ ഉണ്ടെന്നും റെനീസിനെതിരെ സ്ഥലംമാറ്റ നടപടി നേരത്തെയും ഉണ്ടായിട്ടുണ്ടെന്നും അഭിഭാഷകനും കോടതിയെ അറിയിച്ചിരുന്നു. പോലീസിനെ വിമർശിച്ച കോടതി ആരെയും ചെറുതായി കാണരുതെന്നും പെരുമാറ്റത്തിൽ പോലീസിന് കർശന പരിശീലനം നൽകണമെന്നും നിർദ്ദേശിച്ചു. മോശം പെരുമാറ്റം നേരിട്ടത് ഒരു അഭിഭാഷകനായതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു. സാധാരണക്കാരാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറ്റം? ഇത്തരം പെരുമാറ്റം യാതൊരു തരത്തിലും അനുവദിക്കില്ല. പെരുമാറ്റം സംബന്ധിച്ച് കർശന പരിശീലനം പോലീസിന് നൽകണമെന്നും കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു.